അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 194 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയാനുള്ളത് അഹ്സാബ് യുദ്ധം 4 ഭാഗമാണ്. അപ്പം അങ്ങനെ ദീർഘനേരത്തെ സംഭാഷണത്തിന് ശേഷം കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ലംഘിച്ച് ഹുയൈൻ്റെ പക്ഷം ചേരുകയാണ്. അപ്പോൾ മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് നിൽക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയൊക്കെ സുരക്ഷിതമായ ഒരു കോട്ടയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾക്ക് നൽകി. ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അബ്ദുൽ മുത്തലിബിൻ്റെ പുത്രി സഫിയ റളിയല്ലാഹു അൻഹായുടെ കോട്ടയിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൂടെ ഹസ്സാനും ഉണ്ടായിരുന്നു അവിടെ. ഇതിനിടയ്ക്ക് ഖുറൈളക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കരാർ ലംഘിച്ച് യുദ്ധത്തിൽ പങ്കുചേർന്നതു കാരണം അതിൽപ്പെട്ട ഒരു ജൂതൻ കോട്ടയ്ക്കു ചുറ്റും കറങ്ങി നടക്കുന്നത് സഫിയ റളിയല്ലാഹു അൻഹ കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും യുദ്ധമുഖത്തായിരുന്നതിനാൽ അവിടെ അവരെ പ്രതിരോധിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ ഹസ്സാനോട് പറയാണ്, ഹസ്സാൻ നോക്കൂ, ഒരു ജൂതൻ നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തി ജൂതർക്ക് കൈമാറാൻ വന്നതാണ്. അവൻ നമ്മുടെ കോട്ടയ്ക്ക് ചുറ്റും നടക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിനാൽ താങ്കൾ ഇറങ്ങിച്ചെന്ന് അവൻ്റെ കഥ കഴിക്കൂ എന്ന് പറയും. അപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു പുറത്തു തരട്ടെ, എനിക്കതിന് കഴിയില്ലല്ലോ. ഇത് കേട്ടപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ വസ്ത്രം മുറുക്കി കെട്ടി ഒരു വടിയെടുത്തുകൊണ്ട് കോട്ടയിൽ നിന്നും താഴേക്കിറങ്ങാണ്. അയാളത് കൊണ്ട് അടിച്ചിട്ട് കൊന്നു. എന്നിട്ട് കോട്ടയിലേക്ക് തന്നെ തിരിച്ച് മടങ്ങി വന്നിട്ട് ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹസ്സാൻ ഇറങ്ങിച്ചെന്ന് അവൻ്റെ കൈവശമുള്ളതെല്ലാം എടുത്തുകൊണ്ടുവരൂ. ഒരു പുരുഷ ശരീരമായതുകൊണ്ടാണ് എനിക്ക് പ്രയാസം. അപ്പോൾ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടുത്തുകൊണ്ടുവരേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്ന് പറയാം. അദ്ദേഹം അതിനും തയ്യാറായില്ല. അപ്പോൾ ഈ ഒരു സഫിയ റളിയല്ലാഹു അൻഹയുടെ ഈ ഒരു പ്രവൃത്തി അവിടെ ജൂതന്മാർക്കിടയിൽ ഒരു ഭയം ഉണ്ടാക്കി. ഈ കോട്ടയിൽ മുഴുവനും മുസ്ലിങ്ങൾ പ്രതിരോധിക്കാനുള്ള സൈന്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ പിന്നെ അവർ ആ ഭാഗത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ള. അപ്പോൾ ആ കോട്ടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിമാരായ സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടാതെ ഉമ്മു ഹക്കീം, ഉമൈമ, അർവ, അതുപോലെ ബർറ, ആത്തിക്ക തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കോട്ടയുടെ സംരക്ഷണ ചുമതലയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹുവിന് നൽകിയിരുന്നത്. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിനൊന്നും പങ്കെടുത്തിരുന്നില്ല. അതിനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിനില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കവിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ കവിതയിലൂടെയൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുമായിരുന്നു, ഓ ഹസ്സാൻ, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അതിന് മറുപടി പറയുക. ജിബ്രീൽ അലൈഹിസ്സലാം താങ്കളോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആ മേഖലയിലായിരുന്നു അദ്ദേഹത്തിനുള്ള കഴിവ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. ബനു ഖുറൈളക്കാർ കരാർ ലംഘിച്ച വിവരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളൊക്കെ അറിയാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ വിളിച്ചുകൊണ്ട് ഒന്നടങ്കം വിളിച്ചിട്ട് ചോദിച്ചു, ബനു ഖുറൈളക്കാരെ കുറിച്ച് ആരാണ് നമുക്ക് വിവരം കൊണ്ടുതരിക എന്ന് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് ആ അർദ്ധരാത്രിയിൽ അവരുടെ മേഖലയിൽ പോയിട്ട് വിവരം ശേഖരിക്കുക എന്നുള്ളത് അത് ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു സംഗതിയാണെന്നുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ അത് കേട്ടപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനായ സാബിത്ത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചോദിക്കുന്നുണ്ട്. ഈ 3 തവണയും ഈ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തന്നെയാണ് എഴുന്നേറ്റ് നിന്നിട്ട് മറുപടി പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ട് പറയുന്നത്, എല്ലാ പ്രവാചകന്മാർക്കും സഹായികളുണ്ടാവും, എൻ്റെ സഹായി അത് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹവാരി എന്നുള്ള ഒരു പേരും കൂടി ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു വിവരം അന്വേഷിക്കുന്നതിനായിട്ട് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു രഹസ്യമായിട്ട് ബനു ഖുറൈളക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വാർത്ത ശരിയാണെന്ന് സ്ഥിരീകരിച്ചിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് വിവരം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വാർത്ത കേട്ടപ്പോൾ അവർക്കെതിരെ തിരിയുന്നതിന് മുമ്പ് ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അതിനായിട്ട് 4 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമതലപ്പെടുത്തി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, ഗുവാത്ത് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ 4 പേര്. അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ ചെന്ന് നോക്കുക, വാർത്ത ശരിയാണെങ്കിൽ സ്വകാര്യമായിട്ട് വെക്കുകയും മറിച്ചാണെങ്കിൽ ഉറക്കെ ജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞു.
അതായത് അവർ ശത്രുപക്ഷത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഇടയിൽ അറിഞ്ഞിട്ട് ഭയമുളവാക്കണ്ട എന്നുള്ളതുകൊണ്ട് അത് രഹസ്യമാക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ അതല്ല, ആ കരാറിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ബനു ഖുറൈളക്കാരുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നോക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായ ഒരു രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രതികരണമൊക്കെ അങ്ങനെയായിരുന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖുറൈളക്കാരുടെ നേതാവായ കഅബിനോട് ചോദിച്ചു. കരാറിനെ കുറിച്ച് ചോദിക്കുകയാണ്. കഅബ് പറഞ്ഞപ്പോൾ എന്ത് കരാറ്, അങ്ങനെ ഒരു കരാറൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തവണയായി നിങ്ങളോട് വാങ്ങിയിട്ടുള്ള കരാറ്. അപ്പോൾ കഅബ് വീണ്ടും പറയാണ്, ഏത് റസൂലുള്ള, നമുക്കിടയിൽ യാതൊരു കരാറുമില്ല. അപ്പോൾ ഇത് കേട്ട സഅദ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, നിങ്ങൾ ഈ അവസ്ഥയിൽ ഈ രൂപത്തിൽ ചതി ചെയ്യരുത്. നിങ്ങളോട് പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുള്ളതാണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ വളരെ നിന്ദിക്കുന്ന രൂപത്തിൽ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. മാത്രമല്ല അധിക്ഷേപ വർഷങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കൂടുതൽ നിൽക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കി അവർ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് രഹസ്യമായിട്ട് ഈ ഒരു വിവരം ശരിയാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കുകയാണ്. കാര്യം വളരെ രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചെങ്കിലും സംഗതി പരസ്യമാവും. അതോടെ മുസ്ലിങ്ങൾക്കിടയിൽ ഭീതി ഉളവായി. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രയാസകരമായ ഒരു ഘട്ടമായിരുന്നു അതുണ്ടായിരുന്നു. അതായത് മുന്നിൽ കിടങ്ങിനപ്പുറത്ത് സുസജ്ജരായിട്ടുള്ള 10,000-ഓളം വരുന്ന വലിയൊരു സംഘം തന്നെ അവരെ ആക്രമിക്കാനായിട്ട് നിൽക്കുകയാണ്. പിന്നിലെ ബനു ഖുറൈളക്കാർ അവരും ഈ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഇവർക്കെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ 10-11 മുതലുള്ള ആയത്തുകളിൽ വിശദമായിട്ട് അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أسفل منكم وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. ശത്രു സൈന്യം മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗത്തു നിന്നും നിങ്ങളുടെ നേരെ വന്നെടുത്ത സന്ദർഭം. ഭയം കാരണം ദൃഷ്ടികൾ പതറുകയും ഹൃദയങ്ങൾ തൊണ്ടകളിലെത്തുകയും നിങ്ങൾ അല്ലാഹുവെ പറ്റി പലതും കരുതിപ്പോവുകയും ചെയ്ത സന്ദർഭം. അപ്പോൾ അവിടെ വെച്ച് സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു, കഠിനമായി വിറപ്പിക്കപ്പെടുകയും ചെയ്തു. وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. അല്ലാഹുവും അവന്റെ ദൂതനും നമ്മോട് ചെയ്ത വാഗ്ദാനം വെറും വഞ്ചന മാത്രമാണെന്ന് കപടവിശ്വാസികളും മനസ്സിന് ദീനം ബാധിച്ചവരും പറഞ്ഞുകൊണ്ടിരുന്നു. وَإِذْ قَالَت طَّائِفَةٌ مِّنْهُمْ يَا أَهْلَ يَثْرِبَ لَا مُقَامَ لَكُمْ فَارْجِعُوا وَيَسْتَأْذِنُ فَرِيقٌ مِّنْهُمُ النَّبِيَّ يَقُولُونَ إِنَّ بُيُوتَنَا عَوْرَةٌ وَمَا هِيَ بِعَوْرَةٍ إِن يُرِيدُونَ إِلَّا فِرَارًا. അവരിൽ ഒരു വിഭാഗം പറഞ്ഞതോർക്കുക, യസ്രിബുകാരെ, നിങ്ങൾക്കിനി ഇവിടെ നിൽക്കാനാവില്ല, അതിനാൽ മടങ്ങിപ്പോയിക്കൊള്ളൂ. മറ്റൊരു വിഭാഗം ഞങ്ങളുടെ വീടുകൾ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് പ്രവാചകനോട് യുദ്ധരംഗം വിടാൻ അനുവാദം തേടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവയ്ക്ക് ഒരു അപകടാവസ്ഥയുമില്ല. അവർ രംഗം വിട്ടോടാൻ വഴികൾ ആരായുകയായിരുന്നുവെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കപടന്മാരായിട്ടുള്ള കപടവിശ്വാസികളും അതേപോലെ തന്നെ ഉറച്ച വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയില്ല. ചില കപടന്മാർ പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റയുടെയും കൈസറിൻ്റെയും ഒക്കെ നിധി കുംഭങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് നമുക്കിപ്പോൾ മലമൂസ്തർ വിസർജനത്തിന് പോലും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വീണ്ടും പറയാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.